അടുത്ത നമ്മുടെ +1 12ാമത്തെ ചാപ്റ്ററാണ് 3D ആണ്. അപ്പോൾ ഇതിലൊരു 50 ക്വസ്റ്റ്യൻസേ ഉള്ളൂ. ഒരു ചെറിയ ചാപ്റ്ററാണ്. അപ്പോൾ അതിൽ നിന്നൊരു 15 ക്വസ്റ്റ്യൻ മാത്രം നമ്മൾ ചെയ്യുക. സോ ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന 15 ക്വസ്റ്റ്യൻസാണ് ഇവിടെ പറഞ്ഞിരിക്കുക. ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ആദ്യം എന്ത് ചെയ്യാൻ ചെയ്തത് കുറച്ച് ഇക്വേഷൻസ് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഒന്ന് വായിച്ചു നോക്കുക, ഇക്വേഷൻ നല്ലപോലെ ബൈക്കാട്ടാക്കുക, ശേഷം ഈ ക്വസ്റ്റ്യൻസ് ചെയ്തു തുടങ്ങുക. അപ്പം നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യനാണ്. നിങ്ങൾ ചോദ്യം വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ഇവിടെ തന്നേക്കുന്നത്? പി എന്ന് പറയുന്ന ഒരു പോയിന്റിൻ്റെ കോർഡിനേറ്റ് ആണ് 2, 4, 5 ആണ്. അതിൽ എക്സിൻ്റെ വാല്യൂ 2, വൈയുടെ വാല്യൂ 4, ഇസഡിൻ്റെ വാല്യൂ 5 ആണ്. സോ നമുക്ക് വേണ്ടത് എഫ് എന്ന് പറയുന്ന ഈ ഒരു പോയിന്റ് ഉണ്ട്, ആ പോയിന്റിൻ്റെ കോർഡിനേറ്റ്സാണ് വേണ്ടത്. സോ ആദ്യം നമുക്ക് കൊടുത്ത എക്സ് വാല്യൂ വേണം. എക്സ് എന്ന് വെച്ചാൽ ഇതാണ് എക്സ് ആക്സ്. ഈ ഒറിജിൻ മുതൽ ഇവിടെ വരെയുള്ള ലെങ്ത്, ഈ ലെങ്താണ് എക്സ്. സോ അതാണ് ഈ ഒരു റെക്റ്റാങ്കിൾ നോക്കുകയാണെങ്കിൽ ഇത് ഓപ്പോസിറ്റ് സൈഡ്സ് ആണ് എന്തായിരിക്കും, ഈ ലെങ്തും എക്സ് തന്നെ ആയിരിക്കും. സോ അതാണ് ഈ ലെങ്ത് എന്ത് തന്നെയാണ്, 2 തന്നെയാണ്. അപ്പോൾ അതാണ്ട് ഈ ഒറിജിൻ മുതൽ ഇവിടെ വരെയുള്ള ലെങ്ത് എന്താണെന്ന് വെച്ചാൽ എക്സിൻ്റെ വാല്യൂ 2 ആയതുകൊണ്ട് അവിടുത്തെ എക്സ് കോർഡിനേറ്റ് 2 ആയിരിക്കും. അടുത്ത വേണ്ടത് വൈ കോർഡിനേറ്റ് ആണ്. അപ്പോൾ നോക്കുക, ഇത് എക്സ് ആണ്, ഈ മേലോട്ടുള്ളത് ഇസഡും ആണ്. സോ എന്താ, ഇത് എക്സ് ഇസഡ് പ്ലെയിൻ ആണ്. എക്സ് ഇസഡ് പ്ലെയിൻ ആണെങ്കിൽ അവിടെ വൈയുടെ വാല്യൂ ഉറപ്പായിട്ടും 0 ആയിരിക്കും. ഇപ്പോൾ എക്സ് ഇസഡ് ആണെങ്കിൽ അവിടെ വൈ ഇല്ല, സോ വൈ 0 ആണ്. അപ്പോൾ എന്തായിരിക്കും, വൈ കോർഡിനേറ്റ് 0. അടുത്ത വേണ്ടത് ഇസഡിൻ്റെ വാല്യൂ ആണ്. ഇത് നോക്കുകയാണെങ്കിൽ തന്നിരിക്കുന്ന ഇസഡിൻ്റെ വാല്യൂ 5 ആയിരുന്നു. ഇതാണ് ഇസഡ് ആക്സിസ്. സോ കാരണം ഇവിടെ മുതൽ ഇതാ ഈ ലെങ്ത്, ഇവിടെ മുതൽ ഇവിടെ വരില്ല, സി വരെയുള്ള ലെങ്ത് ആണ് 5. അപ്പോൾ ഇത് ഓപ്പോസിറ്റ് സൈഡ് ആയതുകൊണ്ട് എ എഫ് എന്ന് പറഞ്ഞാൽ ഈ ലെങ്ത് എന്ത് തന്നെ ആയിരിക്കും, 5 തന്നെ ആയിരിക്കും. സോ ഈ ലെങ്ത് 5 ആയതുകൊണ്ട് എന്തായിരിക്കും, അവിടെ ഇസഡിൻ്റെ വാല്യൂ 5 ആയിരിക്കും. സോ എഫ് എന്ന് പറയുന്ന കോർഡിനേറ്റുകൾ 2, 0, 5 ആയിരിക്കും. അപ്പോൾ അടുത്തായിട്ട് 6ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങൾ ഈ ചോദ്യം വായിച്ചു നോക്കുകയാണെങ്കിൽ ഒരു പോയിന്റ് ഉണ്ട് 3, 5, 6 ആണ്. കാരണം 3, 5, 6 എന്ന് പറയുന്ന ഒരു പോയിന്റിൽ നിന്നും ഇത് എക്സ് ആക്സിസ് ആണെങ്കിൽ ആ എക്സ് ആക്സിസിലേക്ക് ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുകയാണ്. ഇതായിരിക്കും ആ ലൈൻ. ഓക്കെ, ഈ ലൈനിന്റെ ഫൂട്ട് എന്ന് വെച്ചാൽ ഇത് എക്സ് ആക്സിൽ ടച്ച് ചെയ്യുന്ന പോയിന്റ്, അതാണ് ആ ലൈനിന്റെ ഫൂട്ട്. അപ്പോൾ ഈ ഒരു ഫൂട്ട് ഓഫ് ദ പെർപെൻഡിക്കുലർ എന്ന് വെച്ചാൽ ആ ടച്ച് ചെയ്ത പോയിന്റിന്റെ കോർഡിനേറ്റ്സ് ആണ് നമുക്ക് വേണ്ടത്. നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, ഈ കോർഡിനേറ്റ് എവിടെ ആയിരിക്കും എന്ന് വെച്ചാൽ എക്സ് ആക്സിസിലായിരിക്കും. അപ്പോൾ എക്സ് ആക്സിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അവിടെ വൈയും ഇസഡും 0 ആയിരിക്കും. സോ വൈ കോർഡിനേറ്റും ഇസഡ് കോർഡിനേറ്റ് എന്താണ്, 0 ആണ്. ഓപ്ഷൻ നോക്കിയാൽ വൈയും ഇസഡും 0 ആയിട്ടുള്ള ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, ആദ്യത്തെ ഓപ്ഷനാണ്. അതായിരിക്കും ആൻസർ. അല്ലെങ്കിൽ നിങ്ങൾ നോക്കുക, അവിടുത്തെ എക്സിന്റെ വാല്യൂ കാണാം. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ വൈയും ഇസഡും 0 ആണ്. ബാക്കി എക്സിന്റെ വാല്യൂ എന്തെന്ന് ചോദിച്ചാൽ തന്നിരിക്കുന്ന പോയിന്റ് ഏതാണോ അതിൽ എക്സ് എത്ര, 3 ആണ്. ഇവിടുത്തെ എക്സിന്റെ വാല്യൂ തന്നെ ആയിരിക്കും, 3 തന്നെ ആയിരിക്കും. സോ 3,00 ആയിരിക്കും ആൻസർ. പത്താമത്തെ ചോദ്യമാണ്. ഒരു ക്വസ്റ്റ്യൻ വായിച്ചു പോയി കഴിഞ്ഞാൽ അവിടെ പോയിന്റ് ഉണ്ട്, 6, 7, 8 ആണ് പോയിന്റ്. അപ്പോൾ ആ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ എക്സ് വൈ പ്ലെയിനിലേക്ക് എന്ത് ചെയ്യുന്നു, ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ പോയിന്റിൽ നിന്ന് ആ എക്സ് വൈ പ്ലെയിൻ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം, 2 പോയിന്റ് വേണം. 2 പോയിന്റ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, 2.4 അപ്ലൈ ചെയ്യും. √(x2 - x1) പ്ലസ് y2 - y1) പ്ലസ് അങ്ങനെ പോകും. അപ്പോൾ രണ്ടാമതൊരു പോയിന്റ് കൂടെ വേണം. ആ പോയിന്റ് എക്സ് വൈ പ്ലെയിനിലെ പോയിന്റും ആയിരിക്കും. സോ നമുക്ക് ആൻസർ നോക്കാം. സോ നമ്മൾ ആൻസർ നോക്കുമ്പോൾ ആദ്യത്തെ പോയിന്റ് 6, 7, 8 തന്നെയാണ് ആദ്യത്തെ പോയിന്റ്. സോ രണ്ടാമത്തെ പോയിന്റ് എന്ന് വെച്ചാൽ എന്ത് ചെയ്യുക, തന്നേക്കുന്നത് എക്സ് വൈ പ്ലെയിൻ ആണ്. അപ്പോൾ ഇല്ലാത്ത ഇസഡ് ആണ്. അപ്പോൾ അത് ഇസഡിന്റെ വാല്യൂ 0 ആയിരിക്കും. സോ എന്ത് ചെയ്യുക, രണ്ടാമത്തെ പോയിന്റിന് വേണ്ടി എന്ത് എക്സ് വൈ പ്ലെയിനിലെ പോയിന്റ് എടുക്കുകയാണെങ്കിൽ ഇസഡ് 0 ആണ്. ബാക്കി എക്സിന്റെയും വൈയുടെയും വാല്യൂ തന്നേക്കുന്ന പോയിന്റിന്റെ അതേ വാല്യൂ തന്നെ. എക്സിന്റെ വാല്യൂ 6ഉം വൈയുടെ വാല്യൂ 7ഉം ഇസഡ് മാത്രം എന്തായി പോകും, 0 ആയി പോകും. സോ എന്ത് ചെയ്യാം, നമുക്ക് 2 പോയിന്റ് കിട്ടി. ഇത് x1 y1 z1 എന്നും ഈ പോയിന്റിന് x2 y2 z2 എന്നും പേര് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ഡിസ്റ്റൻസ് ഫോർമുല അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അതാണ് നമ്മുടെ ഫോർമുലയാണ് എന്ത് വരുന്നത് വെച്ചാൽ ഇത് x1 y1 z എന്നും രണ്ടാമത്തെ പോയിന്റ് ഞാൻ x2 y2 z എടുത്ത് തിരിച്ചെടുത്താലും മതി, കുഴപ്പമൊന്നുമില്ല. നമ്മൾ സ്കോർ ചെയ്യുന്നതുകൊണ്ട് നെഗറ്റീവ് എന്നാലും പ്രശ്നമില്ല. സോ എന്ത് ചെയ്യാം, ആദ്യമേ x2 മൈനസ് √(x2 - x1) ആണ്. അപ്പോൾ 6 - 6 (2). അടുത്തത് y2 - y1 7 - 7 (2) പ്ലസ് നടക്കേണ്ട 0 - 8. ഇവിടെ തിരിച്ചെടുത്തേക്ക് പോയി, അതുകൊണ്ടാണ് അങ്ങനെ എടുത്താലും മതി. അതാണ് 0 - 8 (2) എന്ന് പറയുമ്പോൾ 8ന്റെ സ്കോർ തന്നെ വരിക. സോ എന്ത് ചെയ്യും, ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലാസ്റ്റ് ആൻസർ 8 എന്ന് വരും. അടുത്തായിട്ട് 12ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നോക്കുകയാണെങ്കിൽ 2 പോയിന്റ് ഉണ്ട്, 1 - 3 4ഉം അതുപോലെ -4 1 2 ആണ് 2 പോയിന്റ്സ്.
അപ്പോൾ നമുക്ക് വേണ്ടത് ഈ രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് വേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യുക, ആദ്യത്തെ പോയിന്റ് നമ്മൾ x1 y1 z1 എന്നും രണ്ടാമത്തെ പോയിന്റ് x2 y2 z2 എന്ന് എടുക്കുക. ഇനി എന്ത് ചെയ്യുക, നമ്മുടെ ഡിസ്റ്റൻസ് ഫോർമുല അപ്ലൈ ചെയ്യുക. റൂട്ട് ഓഫ് x2 മൈനസ് x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ഹോൾ സ്ക്വയർ പ്ലസ് z2 മൈനസ് z1 ഹോൾ സ്ക്വയർ ആണ്. സോ ആൻസർ നോക്കാം. അപ്പോൾ നിങ്ങൾ ഇക്വേഷനിൽ എഴുതി വാല്യൂ എടുക്കുകയാണെങ്കിൽ റൂട്ട് ഓഫ് -4 -1 ഹോൾ സ്ക്വയർ പ്ലസ് 1 + 3 ഹോൾ സ്ക്വയർ പ്ലസ് 2 - 4 ഹോൾ സ്ക്വയർ എന്ന് വരും. സോ സിംപ്ലിഫൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, റൂട്ട് 45 എന്ന് കിട്ടും. സോ ഇതൊന്നുകൂടെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, ഈ ഒരു ഓപ്ഷൻ നമ്മുടെ ഈ ഒരു 45 എന്ന് പറഞ്ഞ വാല്യൂ ഓപ്ഷനകത്തില്ല. അപ്പോൾ മാറ്റാൻ വേണ്ടി എന്ത് ചെയ്യുക, 45ന് ഏതെങ്കിലും ഒരു സ്ക്വയറുള്ള വാല്യൂ കൊണ്ട് വാല്യൂവിൻ്റെ പ്രോഡക്റ്റ് ആക്കി എഴുതാൻ പറ്റണം. അതായത് ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ 9 × 5 എന്ന് എഴുതാൻ പറ്റും 45ന്. 9 × 5 45 ആണ്. ആ 9 റൂട്ടിന് പുറത്ത് വന്നു കഴിഞ്ഞാൽ 3 എന്നാവും. സോ 3√5 ആയിരിക്കും ആൻസർ. പതിനാറാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ചോദ്യം വായിച്ചു നോക്കുക. 2 പോയിന്റ് ഉണ്ട്, എയും ബിയും. അതുകൊണ്ട് ഈ എ ബി എന്ന 2 പോയിന്റിൽ നിന്നും എക്സ് ആക്സിൽ ഇക്യൂ ഡിസ്റ്റന്റ് ആയിട്ടൊരു പോയിന്റ് ഉണ്ട്. അപ്പോൾ എക്സ് ആക്സിലെ ആ പോയിന്റിന്റെ കോർഡിനേറ്റ് നമുക്ക് വേണ്ടത്. 2 പോയിന്റ് എയും ബിയും എടുക്കുകയാണെങ്കിൽ ഇവിടെ എക്സ് ആക്സ് ഉണ്ടെങ്കിൽ ഈ 2 പോയിന്റ് ഈ ഒരു ഡിസ്റ്റൻസ് എന്തായിരിക്കും, സെയിം ആയിരിക്കും. ഇപ്പോൾ എക്സ് ആക്സിലെ പോയിന്റ് ആണെങ്കിൽ ഈ ഡിസ്റ്റൻസും ഇത് എയും ഇത് ബിയും ആണെങ്കിൽ ഈ 2 ഡിസ്റ്റൻസ് എന്തായിരിക്കും, സെയിം ആയിരിക്കും. അങ്ങനെ നമുക്ക് ഈ പോയിന്റിന്റെ കോർഡിനേറ്റ്സ് ആണ് വേണ്ടത്. ആൻസർ നോക്കാം. അപ്പോൾ ആൻസർ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ പോയിന്റ് തന്നേക്കുന്നുണ്ട്, ഇത് എ എന്ന് പറഞ്ഞ പോയിന്റ്, ഇത് ബി എന്ന പോയിന്റ് ആണ്. ഇത് എക്സ് ആക്സിലെ പോയിന്റ് ആണ്. നമുക്ക് എന്ത് ചെയ്യാം, എക്സ് ആക്സിസ് ആണെങ്കിൽ അവിടെ വൈയും ഇസഡും 0 ആയിരിക്കും. സോ ആ പോയിന്റ് x00 എന്ന് നമ്മൾ എടുക്കുക. നമുക്ക് വേണ്ടതാണ് തന്നേക്കുന്ന ക്വസ്റ്റിന്റെ കണ്ടീഷൻ ഇതാണ്. ഈ 2 ഡിസ്റ്റൻസ്, അതായത് OA എന്ന് പറയുന്ന ഡിസ്റ്റൻസും OB എന്ന് പറയുന്ന ഡിസ്റ്റൻസും എന്താണ്, ഈക്വൽ ആണ്. സോ എന്ത് ചെയ്യും, OA = OB എന്ന് എടുക്കാൻ പറ്റും. അപ്പോൾ ഡിസ്റ്റൻസ് ഫോർമുലയിൽ എന്ത് ചെയ്യും, റൂട്ട് വരികയാണ്. അപ്പോൾ എന്ത് ചെയ്യുക, ആ റൂട്ട് കളയാൻ വേണ്ടി എന്ത് ചെയ്യുക, ഓൾറെഡി ഇവിടെ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും, OA സ്ക്വയറിന്റെ വാല്യൂ OB സ്ക്വയറിന് ഈക്വൽ ആയിട്ട് വരും. ഇനി നമ്മൾ റൂട്ട് കളഞ്ഞ് ബാക്കി ഇക്വേഷൻ വാല്യൂ കൊടുക്കുകയാണെങ്കിൽ ആദ്യത്തെ വാല്യൂ എന്തുവാ, ഈ പോയിന്റ് നമ്മൾ x1 y1 z1 എന്നും ഈ പോയിന്റ് x2 y2 z2 എടുത്തു കഴിഞ്ഞാൽ ഈ OA എന്ന ഡിസ്റ്റൻസ് x - 3 ഹോൾ സ്ക്വയർ പ്ലസ് 0 - 2 ഹോൾ സ്ക്വയർ പ്ലസ് 0 - 2 ഹോൾ സ്ക്വയർ എന്ന് വരും. അതായത് നമ്മൾ ഡിസ്റ്റൻസ് ഫോർമുലയിൽ റൂട്ട് കളഞ്ഞ് വാല്യൂ കൊടുക്കുക. അതുകൊണ്ട് അടുത്ത വാല്യൂ റൈറ്റ് സൈഡ് OB ആണ്. സോ OB യുടെ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും, OB ഡിസ്റ്റൻസ് എടുക്കുക. അപ്പോൾ ഇത് വീണ്ടും x1 y1 z1 ഈ പോയിന്റ് x2 y2 z2 എന്ന് എടുക്കുക. നമ്മൾ വാല്യൂ എടുക്കുകയാണെങ്കിൽ x - 5 ഹോൾ സ്ക്വയർ പ്ലസ് 0 - 5 ഹോൾ സ്ക്വയർ പ്ലസ് 0 - 4 ഹോൾ സ്ക്വയർ എന്ന് വരും. സോ നമ്മൾ വീണ്ടും എന്ത് ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുക, ഇവിടെ a - b ഹോൾ സ്ക്വയർ ആണ്. അതൊന്ന് അപ്ലൈ ചെയ്ത് ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എക്സിന്റെ വാല്യൂ 49/4 എന്ന് വരും. സോ നമ്മൾ എടുത്ത പോയിന്റ് ഏതാണെന്ന് വെച്ചാൽ x00 ആണ്. സോ എന്ത് ചെയ്യുക, എക്സിന്റെ വാല്യൂ കിട്ടി 49/4. സോ പോയിന്റ് ഇതായിരിക്കും 49/4, 0 ആയിരിക്കും. അടുത്തായിട്ട് 20ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയാൽ ഒരു പോയിന്റ് ഉണ്ട്, 232 എന്ന് പറഞ്ഞ പോയിന്റിന് എക്സ് ആക്സിൽ നിന്നുമുള്ള ഡിസ്റ്റൻസ് ആണ് നമുക്ക് വേണ്ടത്. സോ നമുക്ക് എന്താണ്, ഒരു പോയിന്റ് ഉണ്ട് 232. നമുക്ക് ഇനി എന്താണ്, ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി 2 പോയിന്റ് വേണം. അപ്പോൾ രണ്ടാമത്തെ പോയിന്റ് എക്സ് ആക്സിസിലാണ്. അപ്പോൾ എന്ത് ചെയ്യുക, എക്സ് ആക്സിസ് ആയതുകൊണ്ട് നമ്മൾ പോയിന്റ് എടുക്കുക, x00 എന്നാണ് പോയിന്റ് എടുക്കുക. ഇവിടെ നമുക്ക് എന്ത് വേണം, എക്സിന്റെ വാല്യൂ വേണം. അപ്പോൾ എന്ത് ചെയ്യുക, ഈ വാല്യൂ നമ്മൾ ഒറ്റ പറഞ്ഞിരുന്നു, എന്താണ് തന്നേക്കുന്ന ക്വസ്റ്റിനകത്ത് പോയിന്റ് ഏതാണോ അവിടെ എക്സിന്റെ വാല്യൂ ഏതാണ്, 2 ആണ്. സോ എന്തായിരിക്കും, ഇവിടെ എക്സിന്റെ വാല്യൂ 2 തന്നെ ആയിരിക്കും. അപ്പോൾ എന്ത് കിട്ടും, പോയിന്റ് നമുക്ക് 200 എന്നാണ് കിട്ടുക. ഇനി എന്ത് ചെയ്യും, 2 പോയിന്റ് x1 y1 z1 x2 y2 z2 എടുത്ത് എന്ത് ചെയ്യുക, ഡിസ്റ്റൻസ് ഫോർമുല അപ്ലൈ ചെയ്ത് നമുക്ക് വാല്യൂ കിട്ടും. വേണമെങ്കിൽ നമുക്ക് ഒരു സ്റ്റെപ്പ് കൂടെ കുറയ്ക്കാൻ വേണ്ടി, ഇത് സെയിം മെത്തേഡ് തന്നെയാണ്. എന്ത് ചെയ്യുക, ഒരു സ്റ്റെപ്പ് കൂടെ കുറയ്ക്കാൻ വേണ്ടി എന്ത് ചെയ്യുക, നമ്മളിപ്പോൾ എക്സ് ആക്സിലേക്കുള്ള ഡിസ്റ്റൻസ് ചോദിച്ചേക്കുക. അപ്പോൾ എന്ത് ചെയ്യുക, തന്നിരിക്കുന്ന പോയിന്റിൽ x കട്ട് ചെയ്യുക, ബാക്കിയുള്ളത് 3യും 2 ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, റൂട്ടിനകത്ത് ഈ 2 വാല്യൂവിന്റെ മാത്രം സ്ക്വയർ എടുത്ത് ആഡ് ചെയ്യുക. അതായത് റൂട്ട് ഓഫ് 3ന്റെ സ്ക്വയർ പ്ലസ് 2ന്റെ സ്ക്വയർ എന്ന് വരും. സോ 3ന്റെ സ്ക്വയർ 9 ആണ്, 2ന്റെ സ്ക്വയർ 4 എന്ന് വരും. അപ്പോൾ റൂട്ട് 13 ആയിരിക്കും ആൻസർ. അടുത്തായിട്ട് 22ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഒരു ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ 2 പോയിന്റ് ഉണ്ട്, 3 4 -1 -1 2 3 അപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യം, ഇതൊരു സ്പിയറിന്റെ ഡയമീറ്ററിന്റെ 2 എൻഡ് പോയിന്റ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ആ ഒരു സ്പിയറിന്റെ റേഡിയസിന്റെ വാല്യൂ നമുക്ക് വേണ്ടേ. ആൻസർ നോക്കാം. അപ്പോൾ നമ്മൾ ആൻസറിലേക്ക് പോവുകയാണ്. 2 പോയിന്റ് ഉണ്ടായിരുന്നു. ആദ്യത്തെ പോയിന്റ് P 3 4 -1 എന്നും അടുത്ത പോയിന്റ് Q എന്നും എടുത്തു, -1 2 3 ആണ്.
ക്വസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ 2 പോയിന്റ് ഒരു സ്പിയറിന്റെ ഡയമീറ്ററിന്റെ ഇൻഡു പോയിന്റ്സ് ആണ്. അപ്പോൾ ജസ്റ്റ് ഒരു സ്പിയർ ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇത് ഡയമീറ്റർ ആണ് വരച്ചേക്കുക. സോ ഡയമീറ്റർ 2 എൻഡ് പോയിന്റ്സ് ഏതാണ്ട് ഈ ഒരു പോയിന്റ് പിയും ഈ പോയിന്റ് ക്യൂ, അതാണ് ഡയമീറ്റർ 2 എൻഡ് പോയിന്റ്സ് ആണ് പിയും ക്യൂവും. നമുക്ക് വേണ്ടത് ഈ ഡയമീറ്ററിന്റെ റേഡിയസ് ഇത്രയും ഭാഗമാണ് വേണ്ടത്, ഈ ഒരു ലെങ്താണ് വേണ്ടത്. സോ നോക്കുകയാണെങ്കിൽ ഈ പിയും ക്യൂവും തമ്മിലുള്ള ഡിസ്റ്റൻസ് എടുക്കുകയാണെങ്കിൽ അത് ഡയമീറ്ററിന് ഈക്വൽ ആയിരിക്കും. പിയും ക്യൂവിനുള്ള ഡിസ്റ്റൻസ് ഡയമീറ്റർ ഈക്വൽ ആണെങ്കിൽ അതിന് നേരെ പകുതി എടുത്ത് നമുക്ക് എന്ത് കിട്ടും, റേഡിയസ് കിട്ടും. അപ്പോൾ ആദ്യമായിട്ട് എന്താണ് ഇതിന്റെ ഈ ഒരു സ്പിയറിന്റെ ഡയമീറ്റർ കണ്ടുപിടിക്കുക, അതായത് പിയും ക്യൂവും തമ്മിലുള്ള ഡിസ്റ്റൻസ് എടുക്കുക. സോ ആദ്യത്തിനകത്ത് പി ക്യൂ നമുക്ക് എന്തെടുക്കാം, x1 y1 z1 എന്നും ക്യൂവിന് പകരം x2 y2 z2 എന്നും പേര് കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുക, ഡിസ്റ്റൻസ് ഫോർമുല അപ്ലൈ ചെയ്യുക. റൂട്ട് ഓഫ് y2 മൈനസ് y1 ഹോൾ സ്ക്വയർ പ്ലസ് x1 മൈനസ് x2 ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ഹോൾ സ്ക്വയർ പ്ലസ് z2 മൈനസ് z1 ഹോൾ സ്ക്വയർ എന്ന് വരും. ഇത് സിംപ്ലിഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് റൂട്ട് 36 6 എന്ന് കിട്ടും. എന്ത്, ഡയമീറ്ററിന്റെ വാല്യൂ ആണ് 6. നമുക്ക് വേണ്ടത് റേഡിയസ് ആണ്. ഇപ്പം എന്ത് ചെയ്യുക, അതിന്റെ പകുതി എടുക്കുക, 6/2 3 ആയിരിക്കും റേഡിയസ്. ഇത് 26ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഒരു പോയിന്റ് ഉണ്ട് 2, 3, 4 ആണ്. അതാണ് ഈ ഒരു പോയിന്റ് y ആക്സിസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് വേണ്ടത്. അപ്പോൾ നേരത്തെ ചെയ്തിരുന്നു. അതാണ് എന്താ ചെയ്യുക, y ആക്സിസ് അപ്പോൾ എന്ത് ചെയ്യുക, തന്നിരിക്കുന്ന ക്വസ്റ്റ്യനകത്ത് y മാത്രം കട്ട് ചെയ്ത് കളയുക, ബാക്കിയുള്ളത് 2ഉം 4ഉം ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഈ ബാക്കിയുള്ള വാല്യൂസിന്റെ എക്സിന്റെയും ഇസഡിന്റെയും സ്ക്വയർ എടുത്ത് ആഡ് ചെയ്ത് എന്ത് ചെയ്യുക, അതിന്റെ റൂട്ട് എടുക്കുക. സോ 2ന്റെ സ്ക്വയർ 4 ആണ്, 4ന്റെ സ്ക്വയർ 16 ആണ്. അപ്പോൾ ആഡ് ചെയ്താൽ റൂട്ട് 20 എന്ന് വരും. റൂട്ട് 20 ആണ്. അപ്പോൾ റൂട്ട് 20 നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് സിംപ്ലിഫൈ ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യാം, റൂട്ട് 20 മാറ്റുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു സ്ക്വയറുള്ള വാല്യൂവിന്റെ പ്രോഡക്റ്റ് ആക്കി എഴുതുക. സോ 5 × 4 എന്ത് എഴുതാൻ പറ്റും, i4 20 ആണ്. ഓക്കെ, റൂട്ട് 5 × 4 വരും. ഈ 4 റൂട്ടിന് പുറത്തു വന്നു കഴിഞ്ഞാൽ 2 എന്ന് വരും. സോ 2√5 എന്ന് വരും. 2√5 ആയിരിക്കും ആൻസർ. അടുത്തായിട്ട് 31ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ചോദ്യമായി ചോദിക്കുന്നുണ്ട്, ഒരു ട്രയാങ്കിൾ ഉണ്ട്. ട്രയാങ്കിളിലെ 3 കോർഡിനേറ്റ്സ് x1 y1 z1 x2 y2 z2 x3 y3 z3 ആണെങ്കിൽ നമുക്ക് ആ ട്രയാങ്കിളിന്റെ സെൻട്രോയിഡാണ് വേണ്ടത്. അതായത് ട്രയാങ്കിൾ വരച്ചു കഴിഞ്ഞാൽ ഒരു ജസ്റ്റ് ട്രയാങ്കിൾ വരയ്ക്കുക. അതിന്റെ ഓരോ കോർഡിനേറ്റ് നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുക. ഇവിടുന്നാണ് ഇങ്ങോട്ട് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. ഇവിടുന്ന് ഇങ്ങോട്ട് വന്ന് വരച്ചു കഴിഞ്ഞാൽ ഇത് 3ഉം കൂടെ കൂട്ടിവിടുന്ന ഒരു പോയിന്റ് ആണ് നടുക്ക്. സോ അതായിരിക്കും ആ ട്രയാങ്കിളിന്റെ സെൻട്രോയിഡ്. നമുക്ക് വേണ്ടത് ആ സെൻട്രോയിഡിന്റെ കോർഡിനേറ്റ് ആണ്. അപ്പോൾ അത് ഇക്വേഷൻ ആണ് പഠിച്ചു വെച്ചേക്കുക. ഇക്വേഷൻ ഇതാണ്, x1 പ്ലസ് x2 പ്ലസ് x3/3. അതായത് 3 പോയിന്റിന്റെയും x കോർഡിനേറ്റുകൾ തമ്മിൽ ആഡ് ചെയ്യുക, അതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതുപോലെ y1 പ്ലസ് y2 പ്ലസ് y3/3. അടുത്ത z കോർഡിനേറ്റ് എന്ന് പറയുന്നത് z1 പ്ലസ് z2 പ്ലസ് z3/3 ആയിരിക്കും. അടുത്തായിട്ട് 33ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ ട്രയാങ്കിൾ ABC ഉണ്ട്. ആ ABCയിലെ സെൻട്രോയിഡിന്റെ വാല്യൂ ആണ് 1, 1, 1. ഓക്കെ, സെൻട്രോയിഡ് അതായത് എക്സിന്റെ വാല്യൂ 1ഉം വൈയുടെ വാല്യൂ 1, ഇസഡിന്റെ വാല്യൂ എന്തായിരിക്കും 1 ആയിരിക്കും. സെൻട്രോയിഡ് ഉണ്ട്. അതിൽ ട്രയാങ്കിളിലെ 3 കോർഡിനേറ്റിൽ എയുടെ കോർഡിനേറ്റ് 3, -5, 7, ബിയുടെ കോർഡിനേറ്റ് -1, 7, -6 ആണ്. നമുക്ക് വേണ്ടത് സി എന്ന് പറയുന്നത് മൂന്നാമത്തെ പോയിന്റാണ് കണ്ടുപിടിക്കേണ്ടത്. സോ ആൻസർ നോക്കാം. ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ നമുക്ക് വേണ്ടത് സിയുടെ കോർഡിനേറ്റാണ് വേണ്ടത്. സോ നമ്മൾ അതെടുക്കുക, x, y, z എന്ന് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ സെൻട്രോയിഡ് നമുക്കറിയാം ഇക്വേഷൻ എന്താണെന്ന് വെച്ചാൽ ആദ്യം എന്ത് ചെയ്യുക, സെൻട്രോയിഡിന്റെ എക്സ് കോർഡിനേറ്റ് എന്ന് വെച്ചാൽ എന്ത് ചെയ്യുക, തന്നിരിക്കുന്ന 3 പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് തമ്മിൽ ആഡ് ചെയ്ത് 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. സോ എന്ത് ചെയ്യുക, നമ്മുടെ ഇവിടുത്തെ എക്സിനും ഈ x പ്ലസ് 3 പ്ലസ് -1 ആഡ് ചെയ്ത് അതിനെ 3 കൊണ്ട് ഡിവൈഡ് നമുക്ക് എന്ത് കിട്ടും, നമ്മുടെ സെൻട്രോയിഡിലെ എക്സ് കോർഡിനേറ്റ് കിട്ടും. അപ്പോൾ എന്ത് ചെയ്യുക, ആ ഇക്വേഷൻ എടുക്കുകയാണെങ്കിൽ ആദ്യം x1 പ്ലസ് x2 പ്ലസ് x3/3 എടുത്തേക്കുക. x പ്ലസ് 3 പ്ലസ് -1/3 എന്ന് വരും. അതിന്റെ വാല്യൂ എന്താണെന്ന് വെച്ചാൽ 1 ആണ്. സോ നിങ്ങൾ ഇവിടുന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു, ഇവിടെ എക്സിന്റെ വാല്യൂ 1 എന്ന് കിട്ടും. അത് നമുക്ക് അടുത്ത വേണ്ടത് y കോർഡിനേറ്റിന്റെ ഇക്വേഷൻ എടുക്കുക. അപ്പോൾ y1 പ്ലസ് y2 പ്ലസ് y3/3 ആണ് ഇക്വേഷൻ. സോ ഇവിടെ y-യുടെ വാല്യൂ y1ന്റെ വാല്യൂ y തന്നെ, അടുത്ത y2ന്റെ വാല്യൂ -5, y3യുടെ വാല്യൂ 7 ആണ്. സോ ഇയാൾ ആഡ് ചെയ്ത് 3 ഡിവൈഡ് ചെയ്ത് നിങ്ങൾക്ക് അവിടെ 1 എന്നായിരിക്കും കിട്ടുക. കാര്യം സെൻട്രോയിഡ് 1, 1, 1 ആണ് ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്. സോ എന്തായിരിക്കും അവിടെ y-യുടെ വാല്യൂ 1 എന്ന് കൊടുക്കുക. സോ ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ y-യുടെ വാല്യൂ 1 എന്ന് കിട്ടും. അടുത്തുള്ളത് വെച്ചാൽ z കോർഡിനേറ്റ് ആണ്. അപ്പോൾ എന്ത് ചെയ്യാം, അതും z1 പ്ലസ് z2 പ്ലസ് z3/3 ആണ്. അവിടെ z കോർഡിനേറ്റ് തന്നെ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് 1 ആണ് സെൻട്രോയിഡിൽ, ഇസഡും 1 ആണെന്ന് പറയുന്നുണ്ട്. സോ എന്ത് ചെയ്യുക, അതിന്റെ വാല്യൂ 1 ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇസഡിന്റെ വാല്യൂ 2 എന്ന് കിട്ടും. സോ നമുക്ക് x/z ആണ് സിയുടെ കോർഡിനേറ്റ്. സോ 1, 1, 2 ആയിരിക്കും സി.
അടുത്തത് 34ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഒരു ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഇവിടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ 34, താഴെ നമ്പർ ക്ലിയർ അല്ല, നിങ്ങൾ എന്ത് ചെയ്യുക, നമ്പർ ഇട്ട് വെച്ചേക്കുക. സോ നമ്മൾ 34ാമത്തെ ചോദ്യമാണ്. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയാൽ 2 പോയിന്റ് ഉണ്ട്, ഒന്ന് 245 രണ്ടാമത്തെ പോയിന്റ് 35-4 ആണ്. അപ്പോൾ ഈ 2 പോയിന്റുകൾ തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ആ ഒരു ലൈനെ നമ്മൾ എക്സ് ഇസഡ് പ്ലെയിൻ എന്ത് ചെയ്യുന്നു, കട്ട് ചെയ്യുന്നു. അങ്ങനെ എക്സ് ഇസഡ് പ്ലെയിൻ ആ ലൈനെ കട്ട് ചെയ്യുകയാണെങ്കിൽ ആ കട്ട് ചെയ്യുന്ന റേഷ്യോ ആണ് നമുക്ക് വേണ്ടത്. സോ ആൻസർ നോക്കാം. അപ്പോൾ ആൻസർ നോക്കുകയാണെങ്കിൽ ഈ റേഷ്യോ വരുന്ന കേസിലെല്ലാം നമ്മൾ സെക്ഷൻ ഫോർമുലയാണ് അപ്ലൈ ചെയ്യാം. സോ അതിനുവേണ്ടി ആദ്യത്തെ പോയിന്റ് പി എന്ന് എടുക്കുകയാണെങ്കിൽ പിയുടെ കോർഡിനേറ്റ് 245 ആണ്, അത് x1 y1 z1 എന്നും. അതുപോലെ നമ്മൾ ക്യൂ എന്ന് രണ്ടാമത്തെ പോയിന്റ് എടുക്കുകയാണെങ്കിൽ അതിനാണ് 35-4 ആണ്, അതിന് x2 y2 z2 എന്നും പേര് കൊടുത്തു. നമുക്ക് വേണ്ടത് എക്സ് ഇസഡ് പ്ലെയിൻ കട്ട് ചെയ്യുന്ന റേഷ്യോ ആണ്. അപ്പോൾ റേഷ്യോ നമുക്ക് അറിയില്ല. റേഷ്യോ അറിയാത്ത കേസിൽ നമ്മൾ എന്തെടുക്കുക, ആ റേഷ്യോനെ k:1 എന്ന് എടുക്കുക ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ. സോ എന്താ ചെയ്യുക, ഇത് സോൾവ് ചെയ്ത് നമുക്ക് എന്ത് മതി, അതിന് കെയുടെ വാല്യൂ കണ്ടുപിടിച്ചാൽ മാത്രം മതിയാവും. സോ റേഷ്യോ നമ്മൾ k:1 എന്ന് എടുത്തു. അപ്പോൾ അത് m:n വാല്യൂ ആണ് k:1. ഇക്വേഷനകത്ത് m തന്നെയാണ്. സോ എന്ത് ചെയ്യുക, എമ്മിന്റെ വാല്യൂ കെയും എന്നിന്റെ വാല്യൂ 1 ആണ്. നമുക്ക് വേണ്ട എന്താണ്, ഇനി നമ്മൾ സെക്ഷൻ ഫോമിലേക്ക് പോവുകയാണെങ്കിൽ ഇക്വേഷൻ ഇതായിരുന്നു. ആദ്യത്തെ എക്സിന്റെ വാല്യൂ, അവിടുത്തെ എക്സ് കോർഡിനേറ്റ് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ m×x2 + n×x1/m+n എന്നാണ് ഇക്വേഷൻ. സോ നമ്മൾ ഇക്വേഷൻ വാല്യൂ എടുക്കുമ്പോൾ എന്ത് ചെയ്യും, ആദ്യമേ എമ്മിന്റെ വാല്യൂ 3×x2 എന്നാ വരും, x2ന്റെ വാല്യൂ k ആണ്, പ്ലസ് n×x1 എന്ന് വരും. സോ എന്നിന്റെ വാല്യൂ 1ഉം x1ന്റെ വാല്യൂ 2 ആണ്. 1×2 എന്ന് കിട്ടും. താഴെ m+n ആണ്. സോ k+1 എന്ന് വരും. അതാണ് എക്സ് കോർഡിനേറ്റ്. അടുത്ത് എന്ത് ചെയ്യാം, വൈ കോർഡിനേറ്റ് എടുക്കുക. വൈ കോർഡിനേറ്റ് എന്ന് പറയുന്നത് m×y2 + n×y1/m+n എന്നാണ് ഇക്വേഷൻ. സോ വാല്യൂ എടുത്തു കഴിഞ്ഞാൽ വൈ കോർഡിനേറ്റ് 5k+4/k+1 എന്ന് വരും. അതുപോലെ തന്നെ ഇസഡ് നിങ്ങൾ എടുക്കുക. ഇനി ആ ക്വസ്റ്റ്യനിലേക്ക് നോക്കുകയാണെങ്കിൽ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനകത്ത് കട്ട് ചെയ്യുന്നത് എക്സ് ഇസഡ് പ്ലെയിൻ ആണ്. സോ അവിടെ ഇല്ലാത്ത വൈ ആണ്. അപ്പോൾ എന്തായിരിക്കും, വൈയുടെ വാല്യൂ 0 ആയിരിക്കും. ആ പ്ലെയിനകത്ത് എക്സ് ഇസഡ് പ്ലെയിനകത്ത് വൈയുടെ വാല്യൂ 0 ആണ്. സോ എന്ത് ചെയ്യും, പിന്നെ നമുക്ക് ഇവിടെ ഈ കിട്ടിയ വൈ കോർഡിനേറ്റിനെ 0യുമായിട്ട് ഇക്വേറ്റ് ചെയ്യാം. സോ ഇതിന്റെ വാല്യൂ 0 ആണ്. അതാണ്ടേ 5k+4/k+1 എന്ത് ചെയ്ത് 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യാൽ ഈ ഒരു k+1 റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഇൻറ്റു ചെയ്യണം. അപ്പോൾ നമ്മുടെ 0 × ആ ടൈം 0 ആയിപ്പോയി. ബാക്കി 5k+4 = 0 എന്ന് വരും. അതിൽ നിന്ന് കെയുടെ വാല്യൂ -4/5 ആയിരിക്കും. സോ കെയുടെ വാല്യൂ കിട്ടി. നമ്മൾ എടുത്ത ഇക്വേഷൻ റേഷ്യോ എന്താണെന്ന് വെച്ചാൽ k:1 എന്ന് എടുത്തേ. സോ അതാണ് k/1 ആയിരിക്കും റേഷ്യോ. k/1 k:1 k/1 ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, കെയുടെ വാല്യൂ -4/5 അതിന് എന്ത് ചെയ്യുക, 1 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഈ ടൈം എന്തെങ്കിലും കിട്ടുക. സോ കിട്ടും നമുക്ക് -4/5 എന്ന് കിട്ടും. സോ റേഷ്യോ -4:5 ആണ്. പക്ഷെ നമ്മൾ എന്തില്ല, റേഷ്യോ പറയുമ്പോൾ ഒരിക്കലും നെഗറ്റീവ് എടുക്കില്ല. സോ നെഗറ്റീവ് അങ്ങ് ഒഴിവാക്കുക. അപ്പോൾ എന്ത് കിട്ടും, 4/5 ആയിരിക്കും റേഷ്യോ. അടുത്തായിട്ട് നമ്മൾ 37ാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം. സോ ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ ഒരു ട്രയാങ്കിൾ ഉണ്ട്, 2 വെർട്ടിസസ് ഉണ്ട്. ഒന്നാമത് 4-2-1 അതുപോലെ 5-1-4 ആണ്. നമുക്ക് വേണ്ടത് സെൻട്രോയിഡ് തന്നിട്ടുണ്ട്. ട്രയാങ്കിളിലെ സെൻട്രോയിഡ് 5-2-3 ആണെങ്കിൽ അതിൽ മൂന്നാമത്തെ വെർട്ടെക്സിന്റെ വാല്യൂ വേണ്ടത്. സോ ആൻസർ നോക്കാം. അപ്പോൾ നമ്മുടെ സെൻട്രോയിഡിന്റെ ഇക്വേഷൻ ഇതായിരുന്നു (xi/3). സമ്മേഷൻ xi എന്ന് വെച്ചാൽ എന്താണ്, അതിന്റെ എക്സ് കോർഡിനേറ്റുകളെല്ലാം തമ്മിൽ ആഡ് ചെയ്യുക. അതായത് x1 + x2 + x3/3. അതിന് പകരം എന്ത് കൊടുത്തേക്കുന്നത്, അവിടെ സമ്മേഷൻ xi/3. അതുപോലെ എന്ത് ചെയ്യുക, ഇവിടെ y കോർഡിനേറ്റ് എല്ലാം ആഡ് ചെയ്യുക. y1 + y2 + y3/3 ആണ്. സോ ആഡ് ചെയ്യുന്ന പകരം എന്ത് കൊടുത്തേക്കുക, സമ്മേഷൻ yi/3. അതുപോലെ എന്താ z കോർഡിനേറ്റ് വെച്ചാൽ സമ്മേഷൻ zi/3 ആയിരിക്കും. ഇനി നമ്മളിവിടെ വാല്യൂ എടുക്കുകയാണെങ്കിൽ നമുക്ക് വേണ്ടത് മൂന്നാമത്തെ കോർഡിനേറ്റ് ആണ്. അതെന്ത് ചെയ്യുക, ആൽഫ ബീറ്റ ഗാമ എന്ന് എടുത്തേക്കുക. നിങ്ങൾ എങ്ങനെ x y z എടുത്താലും മതി. സോ നമുക്ക് വേണ്ടതാണ് സെൻട്രോയിഡിന്റെ വാല്യൂ 5-2-3 ആണ്. അപ്പോൾ ആദ്യത്തെ എക്സ് കോർഡിനേറ്റിന്റെ വാല്യൂ 5 ആണ്. സോ എക്സ് കോർഡിനേറ്റ് ഈക്വൽ സമ്മേഷൻ xi ആണ്. അപ്പോൾ ആദ്യത്തെ തന്നിരിക്കുന്ന ഇക്വേഷൻ x1 y1 z എന്നും അത് രണ്ടാമത്തെ പോയിന്റ് x2 y2 z2 എന്നും എടുത്തു കഴിഞ്ഞാൽ മൂന്നാമത്തെ പോയിന്റ് x3 y3 z3 എന്ന് എടുത്തു കഴിഞ്ഞാൽ എക്സ് കോർഡിനേറ്റ് ആഡ് ചെയ്യുക. അപ്പോൾ ആദ്യത്തെ x1ന്റെ വാല്യൂ 5, 4, x2ന്റെ വാല്യൂ 5, അടുത്ത x3യുടെ വാല്യൂ ആൽഫ എന്ന് വരും. 3 കൂടെ ആഡ് ചെയ്ത് 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എന്ത് കിട്ടും, 5 എന്ന് കിട്ടും. ഇന്ന് ക്രോസ് ചെയ്ത് ഇതിന് സിംപ്ലിഫൈ ചെയ്യുകയാണെങ്കിൽ ആൽഫയുടെ വാല്യൂ നിങ്ങൾക്ക് 6 എന്ന് കിട്ടും. അതുപോലെ എന്ത് ചെയ്യുക, നിങ്ങൾ y കോർഡിനേറ്റ് ആഡ് ചെയ്യുക. ഇവിടെ തന്നിരിക്കുന്നതിനകത്ത് സെൻട്രോയിഡിലെ y കോർഡിനേറ്റ് 2 ആണ്. അതിന്റെ വാല്യൂ വെച്ചാൽ എന്താണ്, y1 + y2 + y3/3 ആണ്. അത് വാല്യൂ എടുത്തേക്ക്. അതുപോലെ എന്ത് ചെയ്യുക, ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ബീറ്റയുടെ വാല്യൂ നിങ്ങൾക്ക് 3 എന്ന് കിട്ടും. സോ y കോർഡിനേറ്റ് 3 ആയിരിക്കും. അതുപോലെ എന്ത് ചെയ്യുക, അടുത്ത z എടുക്കുക. z എന്നിട്ടാണ് z1 + z2 + z3/3യുടെ വാല്യൂ ആണ് 3. തന്നിരിക്കുന്നത് സെൻട്രോയിഡിലെ z-ന്റെ വാല്യൂ ആണ് 3. സോ ഇത് സോൾവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗാമയുടെ വാല്യൂ എന്ത് കിട്ടും, 4 എന്ന് കിട്ടും. അതായത് നമ്മുടെ z കോർഡിനേറ്റ് ആയിരിക്കും 4. സോ നമ്മുടെ ആൽഫ ബീറ്റ ഗാമ ആയിരുന്നു നമ്മൾ മൂന്നാമത്തെ വെർട്ടെക്സ്. സോ അതിന്റെ വാല്യൂ എന്തായിരിക്കും, 6, 3, 4 ആയിരിക്കും. അടുത്തതായിട്ട് 39ാമത്തെ ക്വസ്റ്റ്യൻ ആണ്.
നിങ്ങൾ ചോദ്യം വായിച്ചു നോക്കി കഴിഞ്ഞാൽ ദാണ്ടെ എക്സ് വൈ പ്ലെയിൻ ദാണ്ടെ 1 2 3 എന്ന് പറയുന്ന പോയിന്റും അതുപോലെ 4 2 1 എന്ന് പറയുന്ന പോയിന്റും തമ്മിൽ ലൈൻ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആ ഒരു ലൈനെ എക്സ് വൈ പ്ലെയിൻ എന്ത് ചെയ്യുന്നു, ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് വേണ്ടത് ആ ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ ആണ് വേണ്ടത്. സോ ആൻസർ നോക്കാം. സോ നമ്മൾ ആൻസറിലേക്ക് വരുമ്പോൾ തന്നിരിക്കുന്നത് എക്സ് വൈ പ്ലെയിൻ ആണ് എന്ത് ചെയ്യുന്നത്, ഡിവൈഡ് ചെയ്യുന്നത്. ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, നമുക്ക് റേഷ്യോ അറിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, K:1 അല്ലെങ്കിൽ ഇവിടെ λ:1 എടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് വേണ്ട, ഇവിടുന്ന് ലാംഡയുടെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾ ഇനി സ്റ്റെപ്പ് കുറയ്ക്കുകയാണെങ്കിൽ എല്ലാം എഴുതി പോകണമെന്നില്ല. അപ്പോൾ എന്ത് ചെയ്യാൻ മതി, ഇവിടെ എക്സ് വൈ പ്ലെയിൻ ആയതുകൊണ്ട് ഇസഡ് ഇല്ല. അപ്പോൾ ഇസഡ് ആയിരിക്കും ഏത്, 0. നമുക്ക് എന്ത് മാത്രം മതി, ഇതിനകത്ത് നിന്ന് ഇസഡ് കോർഡിനേറ്റ് മാത്രം എടുക്കുക. സെക്ഷൻ ഫോർമുല അപ്ലൈ ചെയ്ത് ഇസഡ് കോർഡിനേറ്റ് മാത്രം. സോ നമുക്ക് ഈ മൂന്നാമത്തെ കോർഡിനേറ്റിന്റെ മാത്രമേ ആവശ്യമുള്ളൂ, ബാക്കിയുടെ ആവശ്യം എഴുതണമെന്നില്ല. സോ അപ്പോൾ എന്ത് ചെയ്യാം, നമ്മൾ ഇസഡിലേക്ക് പോവുകയാണെങ്കിൽ ആദ്യത്തെ ഇക്വേഷൻ എന്താണെന്ന് വെച്ചാൽ എം ഇൻറ്റു ഇവിടെ റേഷ്യോ M:N ആണ്. സോ M:Z2 പ്ലസ് N:Z1/M+N എന്നാണ്. കാരണം ആദ്യത്തെ പോയിന്റ് x1 y1 z1 രണ്ടാമത്തെ പോയിന്റ് x2 y2 z2 എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോർമുല അപ്ലൈ ചെയ്യുന്നതാണ്ടേ ഇസഡ് കോർഡിനേറ്റ് λ+3/λ+1 എന്ന് വരും. സോ ഇതിന്റെ വാല്യൂ ഇസഡ് കോർഡിനേറ്റ് 0 ആണ്. എന്ത് ചെയ്യുക, കിട്ടിയിരിക്കുന്ന വാല്യൂന് 0 ഡിക്റ്റേറ്റ് ചെയ്യുക. ഈ ടീം റൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ 0 കൊണ്ട് ഗുണിക്കുമ്പോൾ അത് 0 ആയിപ്പോവും. ബാക്കി λ+3യുടെ വാല്യൂ 0 എന്നിട്ട് ഇപ്പോൾ ലാംഡ വാല്യൂ എന്തായിരിക്കും, -3 ആയിരിക്കും. നമ്മുടെ അടുത്ത റേഷ്യോ എന്ന് ചോദിച്ചാൽ λ:1 ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, λ/1ന്റെ വാല്യൂ ആണ്. സോ എന്ത് കിട്ടും, λ/1ന്റെ വാല്യൂ √3 -√3/1 എന്ന് കിട്ടുക, -√3/1 എന്ന് കിട്ടും. അപ്പോൾ എന്ത് ചെയ്യുക, 3:1 ആയിരിക്കും നമ്മുടെ റേഷ്യോ. സോ എന്ത് ചെയ്യും, ഇവിടെ നെഗറ്റീവ് എടുക്കാത്തതുകൊണ്ട് ആ നെഗറ്റീവ് കളഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളത് 3/1 ആണ്. സോ എന്തായിരിക്കും, 3:1 ആയിരിക്കും റേഷ്യോ ഉള്ളത്. അടുത്തതായിട്ട് 41ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. രണ്ട് പോയിന്റ് ഉണ്ട്, -1 2 3യും അതുപോലെ 2 -1 3യുമാണ് രണ്ട് പോയിന്റ് ഉള്ളത്. ഈ രണ്ട് പോയിന്റ് ജോയിൻ ചെയ്യുകയാണെങ്കിൽ അതിന്റെ മിഡ് പോയിന്റിന്റെ കോർഡിനേറ്റ്സ് നമുക്ക് വേണ്ടത്. അപ്പോൾ ആൻസർ നോക്കാം. അപ്പോൾ നമ്മൾ ആൻസർ നോക്കുകയാണെങ്കിൽ ഇവിടെ രണ്ട് പോയിന്റ് ഉള്ള ഏതൊക്കെയെന്ന് വെച്ചാൽ ആദ്യത്തെ പോയിന്റ് -1 2 3യും രണ്ടാമത്തെ പോയിന്റ് 2 -1 3യുമാണ്. അപ്പോൾ ആദ്യത്തെ പോയിന്റ് എന്ത് ചെയ്യുക, x1 y1 z1 എന്നും രണ്ടാമത്തെ പോയിന്റിന് x2 y2 z2 എന്നും എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, മിഡ് പോയിന്റ് ഫോർമുല അപ്ലൈ ചെയ്യുക. ഫോർമുല എന്താണെന്ന് വെച്ചാൽ x1 + x2/2 y1 + y2/2 z1 + z2/2 ആണ്. അതായത് x കോർഡിനേറ്റ് ആഡ് ചെയ്യുക, രണ്ടും ഡിവൈഡ് ചെയ്യുക. അതുപോലെ y കോർഡിനേറ്റ് ആഡ് ചെയ്യുക, രണ്ടും ഡിവൈഡ് ചെയ്യുക, അങ്ങനെ ചെയ്യുക. സോ എന്ത് ചെയ്യുക, ആദ്യത്തെ വാല്യൂ വെച്ചാൽ x1 + x2/2 ആണ്. അടുത്തത് y1 + y2/2, അടുത്തത് z1 + z2/2 എന്നത് നിങ്ങൾ ഇക്വേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആദ്യത്തെ കോർഡിനേറ്റ് എക്സിന്റെ വാല്യൂ 1/2 എന്നും വൈയുടെ വാല്യൂ 1/2 എന്നും ഇസഡിന്റെ വാല്യൂ 3 എന്നും കിട്ടും. ഇതായിരിക്കും എന്ത്, മിഡ് പോയിന്റ്. ആയിട്ട് 50ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ലാസ്റ്റ് ചോദ്യം. നോക്കുകയാണെങ്കിൽ ആദ്യത്തെ ഒരു ട്രയാങ്കിൾ ഉണ്ട്. ട്രയാങ്കിളിന്റെ ആദ്യത്തെ കോർഡിനേറ്റ് 3a 4 -5ഉം രണ്ടാമത്തെ ബി എന്ന് പറഞ്ഞ കോർഡിനേറ്റ് -2 4b 6ഉം അടുത്ത സി എന്ന് പറഞ്ഞ കോർഡിനേറ്റ് 6 10 c എന്ന് തന്നേക്കുക. നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ എയുടെയും ബിയുടെയും സിയുടെയും വാല്യൂസ് വേണം. അതുപോലെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഒറിജിൻ ആണ് സെൻട്രോയിഡ്. ആ ട്രയാങ്കിളിന്റെ സെൻട്രോയിഡ് ഒറിജിൻ എന്ന് വെച്ചാൽ സെൻട്രോയിഡിന്റെ കോർഡിനേറ്റ് ഒറിജിൻ എന്ന് വെച്ചപ്പോൾ 0 0 0 ആണ്, 0 0 0 ആണ്. സോ എന്തായിരിക്കും, സെൻട്രോയിഡിന്റെ വാല്യൂ 0 0 0 ആയിരിക്കും. ആൻസർ നോക്കാം. അപ്പോൾ 3 പോയിന്റ് ABC കൊണ്ട് ഇപ്പം എന്ത് ചെയ്യുക, ആദ്യം ഇതിന് പേര് കൊടുക്കുക, x1 y1 z എന്നും രണ്ടാമത്തെ പോയിന്റിന് x2 y2 z2 എന്നും മൂന്നാമത്തെ പോയിന്റിന് x3 y3 z3 എന്നും പേര് കൊടുത്ത ശേഷം എന്ത് ചെയ്യുക, നമ്മൾ സെൻട്രോയിഡിന്റെ ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. സോ ആദ്യത്തെ എന്ന് വെച്ചാൽ എക്സ് കോർഡിനേറ്റ് ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, എല്ലാ ടേമിലെയും എക്സുകൾ തമ്മിൽ ആഡ് ചെയ്ത് 3 ഡിവൈഡ് ചെയ്യുക. സോ ആദ്യത്തിനകത്ത് x1ന്റെ വാല്യൂ 3a, x2ന്റെ വാല്യൂ -2, x3യുടെ വാല്യൂ 6 ആണ്. അപ്പോൾ ആഡ് ചെയ്തിട്ട് 3 കൊണ്ട് ഡിവൈഡ് നമുക്ക് എന്ത് കിട്ടും, 0 എന്ന് കിട്ടും. കാര്യം സെൻട്രോയിഡിലെ എക്സ് കോർഡിനേറ്റ് 0 ആണ്, എക്സും y z തന്നെയാണ്, 0 തന്നെയാണ്. സോ ഇവിടെ കണ്ട് ഇതിന്റെ വാല്യൂ 0 ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, ഇവിടുന്ന് 3a വാല്യൂ -4 എന്ന് കിട്ടും. അതിന് എയുടെ വാല്യൂ 3 അപ്പുറം വെച്ച് കഴിഞ്ഞാൽ -4/3 എന്ന് കിട്ടും. സോ എയുടെ വാല്യൂ അപ്പോൾ അതുപോലെ എന്ത് ചെയ്യുക, ബി കണ്ടുപിടിക്കുക. ഈ വെച്ചാൽ y കോർഡിനേറ്റ് ഇക്വേറ്റ് ചെയ്യുക. y കോർഡിനേറ്റ് വെച്ചാൽ 3 പോയിന്റിന്റെ വൈകൾ തമ്മിൽ ആഡ് ചെയ്യുക. അപ്പോൾ y1ന്റെ വാല്യൂ 4, y2ന്റെ വാല്യൂ 4b, y3യുടെ വാല്യൂ 10 ആണ്. അപ്പോൾ ഇത് ആഡ് ചെയ്തിട്ട് 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും, 0 എന്നായിരിക്കും y കോർഡിനേറ്റ്. സോ ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 4b = -14 എന്ന് വരും. അതിന് ബിയുടെ വാല്യൂ -7/2 ആണ്. അതുപോലെ എന്ത് ചെയ്യുക, ഇസഡ് കോർഡിനേറ്റ് നമ്മൾ ആഡ് ചെയ്ത് 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇസഡ് കോർഡിനേറ്റും 0 തന്നെയാണ്. അപ്പം എന്ത് ചെയ്യുക, 0 ഇക്വേറ്റ് ചെയ്യാം. സോ ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ സിയുടെ വാല്യൂ -1 എന്ന് കിട്ടും. സോ എയുടെയും ബിയുടെയും സിയുടെയും വാല്യൂ ആയി.